ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈദാണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് ആശംസകൾ നേരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തൊന്ന് വിളിച്ചു. ഇതായിരുന്നു കാര്യം. അവരുടെ ആധാരം എഴുതിയിട്ട് അത് സബ് രജിസ്റ്റർ ഓഫീസിൽ ആധാരം എഴുതി ആധാരം കയ്യിൽ കിട്ടി. ഇതിന്റെ പോക്കുവരവ് നടന്നിട്ടുണ്ടോ, എന്നാണ് വില്ലേജിൽ പോക്കുവരവിന് പോകേണ്ടത് എന്നൊക്കെ കുറെ സംശയങ്ങൾ ആണ് അദ്ദേഹം എന്നോട് ഉന്നയിച്ചത്. അപ്പം എനിക്ക് തോന്നി ഇതൊരു ചെറിയ ഒരു വീഡിയോ ആണ്. കാരണം ഇത് നിസ്സാരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആധാരം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ആധാരം എഴുതി ഇതിന്റെ പോക്കുവരവ് നടന്നിട്ടുണ്ടോ, അഥവാ ഇതിന്റെ പോക്കുവരവ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അത് എങ്ങനെ അറിയാം, വില്ലേജിൽ പോകാതെ തന്നെ നമുക്ക് അത് എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആധാരം എഴുതി കഴിഞ്ഞാൽ സബ് ഡിവിഷൻ ഇല്ലാത്ത ആധാരമാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ അതിന്റെ പോക്കുവരവ് നമുക്ക് വില്ലേജിൽ അതിന്റെ രേഖകളെല്ലാം വില്ലേജിലേക്ക് താലൂക്കിൽ നിന്നും അല്ലെങ്കിൽ സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഒക്കെ ഫോർവേഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഫോർവേഡ് ചെയ്തതിന് ശേഷം മാത്രമേ വില്ലേജിൽ അത് തണ്ടപ്പേര് പിടിച്ച് വില്ലേജിൽ രേഖകളിൽ നമ്മുടെ പേര് വരികയുള്ളൂ. അതാണ് നമ്മൾ ലാൻഡ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. ആ വില്ലേജിലെ രേഖകളിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പോക്കുവരവ് ഫീസും ഒക്കെ കൊടുത്ത് ലാൻഡ് ടാക്സ് അടച്ച് നമ്മുടെ പേരിലേക്ക് വില്ലേജിൽ ഒരു രേഖ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു രേഖ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സബ് ഡിവിഷൻ ഒക്കെ നേരിടുന്നെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിൽ അറിയാത്തവരോട് പറയുകയാണ്, നമ്മളൊരു 10 സെന്റ് വസ്തു, അല്ല ഒരു 5 സെന്റ് വസ്തു, അല്ല ഒരു 2 സെന്റ് വസ്തു ആയിക്കോട്ടെ, ആ വസ്തു നമ്മൾ മുഴുവനായിട്ടും വാങ്ങുകയാണെങ്കിൽ ആ വസ്തുവിന് വേറെ സബ് ഡിവിഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള റിസർവേ നമ്പരും അതിന്റെ സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ആധാരം എഴുതാം. അതിൻ്റെ അകത്ത് വേറെ ഫോർമാലിറ്റീസ് ഒന്നും വരുന്നില്ല. പക്ഷെ ഒരു 10 സെന്റ് സ്ഥലം, അല്ല ഒരു ഏക്കർ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു പോർഷൻ മാത്രമായിട്ട്, കുറച്ച് ഭാഗം മാത്രമായിട്ട് വാങ്ങുകയാണ്. അപ്പം അത് ആ ആധാരത്തിന്റെ മൊത്തം നിങ്ങളുടെ പേരിലേക്ക് വരത്തില്ല. ആ ആധാരത്തിന്റെ എത്രയാണോ റിസർവേ സബ് ഡിവിഷൻ നമ്പർ, അതിന്റെ കൂടെ മറ്റൊരു സബ് നമ്പറും കൂടെ ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് നമുക്ക് തരേണ്ടതുണ്ട്. അപ്പം അതിനൊക്കെ ശേഷം മാത്രമേ നമ്മുടെ വില്ലേജ് രേഖകളിൽ ഒരു തണ്ടപ്പേര് ബുക്കിൽ നമ്മുടെ രേഖകൾ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അതിന് കുറച്ച് കാലതാമസം നേരിടും. അപ്പൊ സബ് ഡിവിഷൻ നമ്പരോ മറ്റ് സർവേ നമ്പരോ ഒന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആധാര നമ്പരും അത് എഴുതിയ തീയതിയും മാത്രം നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. അതെങ്ങനെയാ നോക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഈ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ സെർച്ച് ബാറിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് എൻ്റർ ചെയ്യുക. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ വരുന്ന, ഇപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന ഭാഗത്ത് ആദ്യം കാണുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഇത് ലോഗിൻ ചെയ്യാനോ, ഇപ്പൊ സിറ്റിസൺ രജിസ്ട്രേഷൻ ഉണ്ട്, സിറ്റിസൺ ലോഗിൻ ഉണ്ട്, ഒഫീഷ്യൽ ലോഗിൻ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യത്ത് കാണുന്ന 3 ലൈൻസിലുള്ള മെനു എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കുറച്ച് ഓപ്ഷൻസ്. വെരിഫൈ ലാൻഡ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് വെരിഫൈ ലാൻഡ് ആണ്. ഈ വെരിഫൈ ലാൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വെരിഫൈ ലാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. അവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പോക്കുവരവ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ടാക്സ് റെസിപ്റ്റ് നമ്പർ ഉണ്ട്, ടാക്സ് ഡ്യൂ ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അറിയേണ്ടത് നമ്മുടെ പോക്കുവരവ് നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ കാണുന്ന ഈ ഡിസ്ട്രിക്ട് ആ കോളത്തിൽ അത് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സബ് രജിസ്റ്റർ ഓഫീസ് എവിടെയാണോ നമ്മുടെ ആധാരം രജിസ്റ്റർ ചെയ്ത് ആ ഓഫീസ്, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഈ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ ഇയർ, ആധാരം എഴുതിയ ആ വർഷം, അത് കൃത്യമായിട്ടും നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കണം. അത് ഇവിടെ നമ്മുടെ ഡോക്യുമെന്റ് നമ്പർ, ഈ ഡോക്യുമെന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ആധാരത്തിൽ എഴുതുവോ, ആധാരത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഈ പെൻസിൽ കൊണ്ടോ ചിലപ്പോൾ പേന കൊണ്ടോ ഒരു റഫായിട്ട് രേഖപ്പെടുത്തി പോകുന്ന, അല്ലെങ്കിൽ ആധാരത്തിന്റെ ഏറ്റവും പുറകുവശത്ത് എഴുതി പോകുന്ന ഒരു നമ്പറാണ്. ഇവിടെ ഡോക്യുമെന്റ് നമ്പർ നിങ്ങളുടെ എത്രയാണോ ആ ഡോക്യുമെന്റ് നമ്പർ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ ഡോക്യുമെന്റ് ആധാരം എഴുതിയ ഡോക്യുമെന്റ് ഡേറ്റ് ഉണ്ട്, ഈ ഡോക്യുമെന്റ് ആധാരം എഴുതിയ ഡേറ്റ്, ആ ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഈ ഗെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നു. കണ്ടോ, നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് വന്നു. ഇതിപ്പോ എന്റെ സുഹൃത്തിന്റെയാണ്, അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. വില്ലേജ്, ബ്ലോക്ക്, സർവേ നമ്പർ, നമ്മൾ ബയ്യർ ആരാണോ അവരുടെ, അതിന്റെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇവിടെ അറിയാൻ കഴിയും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇതൊരു വില്ലേജ് ഓഫീസിൽ ഇത് സബ്മിറ്റ് ആയിട്ട് കിടക്കുകയാണ്. റിസീവ്ഡ് ഡേറ്റ് ഉണ്ട്, അതിന്റെ ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആധാരം എഴുതി കഴിഞ്ഞാൽ വില്ലേജിൽ പോക്കുവരവ് നടന്നിട്ടുണ്ടോ എന്ന് ഓൺലൈനായിട്ട് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്